ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അല്ല, കൂടുതൽ എന്തെങ്കിലും പൂജകളോ മറ്റെന്തെങ്കിലോ നടത്തേണ്ടതായിട്ടുണ്ടെങ്കിൽ അല്ല, മരണം നടക്കുമെന്ന് ഉറപ്പിക്കാൻ തീരുമാനിക്കപ്പെട്ട മരണം ദൈവങ്ങൾക്ക് പോലും തടഞ്ഞു നിർത്താനാവില്ല. യമധർമ്മന്റെ ശക്തി അത്രമാത്രമാണ്. ഇതുവരെ ഞാൻ വിളിച്ചിട്ട് എന്താ നീ വരാതിരുന്നത്? അത് അമ്മ, പൈസ അടക്കേണ്ട കാര്യത്തില് ബാങ്കിൽ ചെറിയൊരു തടസ്സം വന്നു. അത് ശരിയാക്കാൻ വേണ്ടി പോയതാ ഞാൻ. ഓപ്പറേഷന്റെ സമയത്ത് ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാ പോയെ. മോളെ, എന്താ നീ ഈ വേഷത്തില്? അതെ, ഇനി അമ്മയോട് സന്തോഷമായിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞോണ്ടിരുന്നു കേട്ടോ. ഓപ്പറേഷനെ കുറിച്ചോ അമ്മയുടെ ആരോഗ്യത്തെ കുറിച്ചോ ഇനിയിപ്പോ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ശരി. ഓപ്പറേഷന് മുമ്പ് വരെ നീ പറഞ്ഞതൊക്കെ ആലോചിച്ച് കിടക്കുമായിരുന്നു ഞാൻ. നീ എപ്പോഴും പറയില്ലേ, എന്റെ കൂടെ ഒരുപാട് കാലം ജീവിക്കണമെന്നൊക്കെ. അത് ഈശ്വരൻ കേട്ടു അല്ലേ മോളെ? അമ്മ എങ്ങോട്ടും പോകുന്നില്ല, എന്റെ കൂടെ തന്നെ ഉണ്ടാവും. അങ്ങ് പറഞ്ഞതുപോലെ നാഗപ്രീതിയുള്ള ആ കുട്ടി തന്നെയാണ് എന്റെ പേരക്കുട്ടിയോടൊപ്പം ചടങ്ങിൽ പങ്കെടുത്തത്. എനിക്കുറപ്പാ. അതിന്റെ ലക്ഷണങ്ങൾ കാണുന്നുണ്ട്. ഇപ്പോ കാര്യങ്ങൾ ശുഭമാണ്. എന്നാ അതിന്റെ അർത്ഥം ആപത്തുകൾ എന്നേക്കുമായി ഒഴിഞ്ഞു എന്നല്ല. കൊടും ശാപമാണ്, ഉള്ളുരുകിയ ബ്രാഹ്മണ ശാപം. തുടർന്നും ജാഗ്രതയും പൂജയും ഉപാസനയും തുടരണം. കാലാകാലങ്ങളായിട്ടുള്ള ഈ ദോഷം തീർന്നു കിട്ടാൻ എന്ത് ത്യാഗത്തിനും ഞാനും എന്റെ കുടുംബവും തയ്യാറാണ്. വിവാഹത്തിന്റെ കാര്യത്തില് ഇനി ശങ്കിക്കേണ്ട കാര്യമുണ്ടോ? ചേർത്ത് വച്ചിരിക്കുന്നതും മുഹൂർത്തമെടുത്തിരിക്കുന്നതും വന്നിരിക്കുന്ന പെൺകുട്ടിയുടെ ജാതകം തന്നെയാണ്. ഇനി വൈകിക്കേണ്ട കാര്യമില്ല. തിരഞ്ഞെടുത്ത തീയതിയിൽ ഒരു പ്രത്യേകത ശ്രദ്ധിച്ചിരുന്നു. അവൾ ആയില്ലെന്നാളാ. നാഗപ്രീതി ഉച്ചസ്ഥായിയിൽ നിൽക്കുന്ന സമയം. വിവാഹവുമായിട്ട് മുന്നോട്ട് പോവാം. അങ്ങയുടെ വാക്കുകളാണ് ഞങ്ങളുടെ ധൈര്യം. തീരുമാനങ്ങളെല്ലാം ദൈവത്തിൻ്റെതാ. ദൈവത്തിന്റെ ദൂതയായിട്ടാണ് ആ പെൺകുട്ടിയുടെ വരവ്. കൊടുംശാപങ്ങളുടെ തീമഴയ്ക്ക് മേലെ മഴയായി വർഷമായി അവൾ പെയ്തിറങ്ങും.
കാലാകാലങ്ങളായി ഉള്ളുരുകിയിരിക്കുന്നവരുടെ മനസ്സിനെ തണുപ്പിക്കും. എല്ലാം സുഖമാകട്ടെ. അങ്ങയുടെ വാക്ക് പൂർണ്ണമായും വിശ്വസിച്ചാണ് അന്ന് ഞാനും മോളും ഇവിടുന്ന് പടിയിറങ്ങിയത്. പക്ഷേ സംഭവിച്ചതെല്ലാം മറിച്ച. നാഗത്തറയില് നാഗം പ്രത്യക്ഷപ്പെട്ടപ്പോ അവളെ ആക്രമിക്കുമെന്നാ ഞാൻ കരുതിയത്. പക്ഷേ നാഗം അവളെ അനുഗ്രഹിച്ചു. അതിന്റെ അർത്ഥം എന്താ? അങ്ങ് പറഞ്ഞതില് യാഥാർത്ഥ്യം ഇല്ലെന്നല്ലേ? ഞാൻ പറഞ്ഞതിന്റെ പൊരുള് അമ്മയ്ക്കും മകൾക്കും മനസ്സിലായില്ലെന്നുണ്ടോ? ഏട്ടന്റെ ആദ്യ ഭാര്യയുടെ മരണം നടന്ന വിവരം നിങ്ങൾ തന്നെയല്ലേ എന്നോട് പറഞ്ഞത്? ആ മരണം നടന്നത് എപ്പോഴാണ്? വിവാഹം കഴിഞ്ഞ് ആ പെൺകുട്ടി കളരിക്കൽ തറവാട്ടിൽ എത്തിയതിന് ശേഷം. അല്ലാതെ താലി കെട്ടുന്നതിന് മുൻപ് ആ പെൺകുട്ടിയുടെ മരണം സംഭവിച്ചിരുന്നോ? ഓ, കളരിക്കൽ തറവാട്ടിലെ പുരുഷ പ്രജകൾക്ക് നിശ്ചയിക്കപ്പെട്ട പെൺകുട്ടികൾക്കല്ല മരണം. വധുവായി കഴിഞ്ഞ പെണ്ണിനെയാണ് മരണം കാത്തിരിക്കുന്നത്. നിങ്ങൾ ഈ പറയുന്ന പെൺകുട്ടി ഗാഥ നവീന്റെ ഭാര്യയായി കഴിഞ്ഞില്ലല്ലോ. പിന്നെങ്ങനെയാണ് ശാപം മറികടക്ക്? അപ്പോ വിവാഹം കഴിഞ്ഞ മരണം ഉറപ്പാണല്ലോ അല്ലേ? ഇപ്പൊ നിങ്ങൾ ഈ കാണിക്കുന്നത് ആർത്തിയാണ്. സ്വന്തം മകളെ കളരിക്കൽ തറവാട്ടിലെ എല്ലാം ആക്കാനുള്ള ആർത്തി. അതെ തിരുമേനി, എനിക്ക് അവള് മാത്രമേ ഉള്ളൂ. അവൾക്ക് അവളുടെ ജീവിതത്തിൽ ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, നവീന്റെ ഭാര്യയായി ജീവിക്കുന്നത്. അത് സംഭവിച്ചില്ലെങ്കിൽ അവള് മരിച്ചു കളയും. പിന്നെ തീരാ ദുഃഖമായിരിക്കും എനിക്കും എന്റെ ഭർത്താവിനും. അങ്ങനെയൊന്നും സംഭവിക്കില്ല. നിങ്ങൾ എന്റെ മുന്നിൽ കൊണ്ടുവന്ന 2 ജാതകങ്ങൾ അത് തമ്മിലാണ് ചേരുന്നതെങ്കിൽ മരണം സുനിശ്ചിതമാണ്. അല്ല, കൂടുതൽ എന്തെങ്കിലും പൂജകളോ മറ്റെന്തെങ്കിലോ നടത്തേണ്ടതായിട്ടുണ്ടെങ്കിൽ അല്ല, മരണം നടക്കുമെന്ന് ഉറപ്പിക്കാൻ? തീരുമാനിക്കപ്പെട്ട മരണം ദൈവങ്ങൾക്ക് പോലും തടഞ്ഞു നിർത്താനാവില്ല. യമധർമ്മന്റെ ശക്തി അത്രമാത്രമാണ്. അങ്ങയുടെ അനുഗ്രഹം മാത്രമാണ് ഞങ്ങളുടെ ഏക പ്രതീക്ഷ. പേടിക്കണ്ട, എല്ലാം ശുഭമായി അവസാനിക്കും. മകളുടെ ആഗ്രഹം നടക്കും. അവൾക്ക് ദീർഘായുസ്സുമായിരിക്കും. ആ